അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മീനുകളെ മേടിക്കാന്ന് വിചാരിച്ചു. അതിന് ക്ലീൻ ചെയ്തിട്ട് ഒഴിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഗപ്പിയൊക്കെ അതിലേക്ക് മാറ്റാൻ. അപ്പൊ നമ്മൾ മീൻ വാങ്ങുന്ന പോലെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ പൊടിയൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കഴുകി ആ വെള്ളമൊക്കെ അകയും കളഞ്ഞ് പിന്നെ നമ്മൾ അകയും നല്ല വെള്ളം നിറക്കി നല്ല വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടും. പിന്നെ നേരെ മീൻ വാങ്ങാൻ വിട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയത് ദേവ ഗപ്പി ഫോം പറഞ്ഞ പാലക്കാടിൽ നിന്നുള്ളതാണ്. അവിടെ ആകെ കുറച്ച് പീസേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള ഒരു ഗപ്പി തന്നെ ആയിരുന്നു. ആള് പിന്നെ കുറേ നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. ഇതിനായിട്ട് അവരൊരു ഷെഡേ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് അതിനൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുഞ്ഞ് ഷെഡ് അവരുടെ സൈഡ് തന്നെ ഉണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെഡ് കളർ ആയിരുന്നു. പക്ഷെ ആളിൻ്റെ അത് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല, അവർക്ക് ആകെ ലിമിറ്റഡേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ട് നമുക്ക് ടാങ്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ മീൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഫസ്റ്റ് പർപ്പിൾ ബറിയാണ്, 2 പെയറാണ് ഉള്ളത്. നെക്സ്റ്റ് പ്ലാറ്റിനം റെഡ് ആണ്, നമുക്ക് ട്രയോ ആണ്, 2 ഗേളും 1 ബോയും. നെക്സ്റ്റ് വന്നിട്ട് പ്ലാറ്റിനം റെഡ് ഡംബോയർ ആണ്, പക്ഷെ ഒറ്റ സെറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അവിടെ മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട്, ഇതും ഒന്ന് സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ഇതായിരിക്കും നമ്മുടെ. അതുമാത്രമല്ല ടാങ്കിൽ ഇതൊരു ടാങ്കാണ്, ഇതെല്ലാം ടാങ്കാണ്. നമ്മൾ ആകെ നമുക്ക് പറ്റത് ഇതൊന്നും മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഇതാണ് നമ്മൾ മുന്നേ ക്ലീൻ ചെയ്ത ടാങ്ക്. ഇതാണ് ഇപ്പം ഇതിന്റെ അവസ്ഥ. എല്ലാം ഓരോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു, കാരണം ഒത്തിരി മീനായിട്ടുണ്ട്.